നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഊര് തെണ്ടാൻ പോകുമായിരുന്നു. ഈ അരി തന്നിട്ട് അമ്മ അരി തരും, ഒരു ലേശൊക്കെ ഇട്ടിട്ട് അതിന് 21 ഇറുക്കലെടുത്ത് വെക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ പോയി നമ്മൾ നേർച്ച തെണ്ടും. ഇപ്പം മനക്കോടത്ത്, ഞങ്ങളുടെ പുറോണപ്പള്ളി മനക്കോട് വരുന്നത്, അവിടെ കൊണ്ട് 10 രൂപ പെരുന്നാളിനെ കൊടുക്കും. ഞാൻ അപ്പനും കൂടി ചെറിയ കൂടി നടന്നു പോകണം, കുറേ ദൂരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അത് ചെയ്യും. പക്ഷെ അന്നിത് ചെയ്യണത് ഒരു നേർച്ചയായിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇന്നാണ് ഞാനത് ചെയ്യണമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? ദൈവസ്നേഹത്തോടെ ചെയ്യും. കാര്യം അത് ഇന്ന് നമുക്ക് അതിൻ്റെ നോഹവ് അറിയാം. പണ്ടതിൻ്റെ ജ്ഞാനസൂത്രം അറിയത്തില്ല. നമ്മളൊരു കാര്യം ഇപ്പം നമുക്ക് വേണേൽ ഓരോ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഉരുള് നേർച്ചയുള്ള പള്ളിയുണ്ട്, ആയിട്ട് നിരങ്ങിപ്പോണ പള്ളിയുണ്ട്, നേർച്ചയായിട്ട് ആൾക്കാർ. വിവരം ബുദ്ധിയില്ലാത്തവൻ അത് കാണുമ്പോൾ കളിയാക്കും. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യണത്? അവൻ്റെ അനുഭവം ഒരിക്കലും കളിയാക്കുന്നവൻ ഈ ജന്മം, ഒരു 100 ജന്മം ഈ ഭൂമി ജീവിച്ചാൽ അവൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല. അവൻ എളിമപ്പെട്ട് ഉടുപ്പ് വരെ ഉരിഞ്ഞ് തോർത്തുമാത്രം കെട്ടിയിട്ട് അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഉരുളുകയും എന്താ അവൻ എളിമപ്പെടുകയാണ്. അവൻ്റെ എല്ലാം അവൻ എല്ലാം ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടും വാച്ചും മാലയും അവൻ്റെ അഭിമാനവും അവൻ്റെ ഔന്നത്യവും അവൻ്റെ മഹത്വവും എല്ലാം ഊരി വെച്ചിട്ട് അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. പക്ഷെ ഉരുളുന്നവൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകണം. അത് അനുഷ്ഠാനമോ ആചാരമോ അല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണം. നീ ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ തലകുനിച്ചാൽ നിൻ്റെ മനസ്സ് പറയണം, എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ദൈവസ്നേഹത്തിനാണ് ഇതിൻ്റെ TMD എന്ന് പറയുന്നത്. അതാണ്. നിങ്ങൾ TMD ഇല്ലാതെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും കാര്യമില്ല, ദൈവസ്നേഹമില്ലാതെ. പക്ഷേ നിങ്ങൾ പറയും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ആനകൂന ദൈവമേ വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് വളരെ ബുദ്ധിയായത് കാരണം ദൈവം നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൽപ്പന ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അവിടെ വെച്ച് എല്ലാ അഭ്യാസങ്ങളും അവസാനിക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറയും എൻ്റെ കൽപ്പന പാലിച്ചിട്ടാണ് പറയുമ്പോൾ. ഉടമ്പടി എന്ന് പറയുന്നത് അതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനും മഹത്വപ്പെടുത്താനും പ്രാപിക്കാനും ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെ നടപടിക്രമമാണ് ഉടമ്പടി. എന്താണ്? നമ്മൾ ഉടമ്പടിയിൽ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം? കർത്താവേ, ഞാനിത് ചെയ്യണത് എനിക്ക് ജോലി കിട്ടാനോ എൻ്റെ വീട് വെക്കാനോ എൻ്റെ കടങ്ങൾ മാറാനോ അല്ല. അത് നിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്, നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അങ്ങനെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ദൈവസ്നേഹമില്ല. ആരണ്ട് അയൽവാസികൾ കാനഡയിൽ പോയപ്പോൾ കെട്ടിയെടുത്ത് ഇങ്ങനെ വണ്ടി കയറി പോന്നിരിക്കുകയായിരിക്കും ചില ആൾക്കാർ. അത് അസൂയായിരിക്കും ചിലപ്പോൾ. ഉടമ്പടി അസൂയ കൊണ്ടെടുക്കാം, മറ്റുള്ള രക്ഷപ്പെട്ട് വന്നതിൻ്റെ കണ്ണുകടി കൊണ്ടെടുക്കാം. അതുകൊണ്ടെടുത്ത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടെല്ലാം കയർത്തും, മരുമകളോട്, അമ്മയമ്മയോട്, നാട്ടുകാരോട്, വീട്ടുകാരോടൊക്കെ കയർത്തും വൈരാഗ്യമായിട്ട് ഇരുന്നും മിണ്ടാതെ ഇരുന്നും യശന് പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കുറ്റം പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം. ഇതൊക്കെ നനഞ്ഞ പടക്കമാണ്. കുറേ ഉടമ്പടി നനഞ്ഞ പടക്കമായിട്ടുണ്ട്. ചീറ്റുക പോലും ചെയ്യത്തില്ല. ചില പടക്കം നനഞ്ഞാലും ചീറ്റുമല്ല, ചില ചീറ്റുകയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോക പെരുങ്കള്ളികൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മര്യാദക്ക് നിൽക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ആൾക്കാർ വേറെ ചുമ്മാ വൈറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവം ആരാണെന്ന് അറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം. അത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തണം. അങ്ങനെ എന്തു ചെയ്യും? ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ,
എന്റെ ഉടമ്പടി ജീവിതത്തിലെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോഴേ ഞാൻ സ്നേഹത്തോടെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കാൻ വിധം അമ്മേ പരിശുദ്ധമ്മേ എന്നെ അമ്മയുടെ തിരുക്കുമാരന്റെ മനസ്സിന് പ്രസാദകരമായ രീതിയില് ജീവിക്കുവാൻ ദൈവവചനത്തിന്റെ ഇച്ഛയാൽ അത് നടപ്പിൽ വരുത്തുന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ സാക്ഷിയാകാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. പാടി വാഴ്ത്ത പാവന സ്നേഹമേ, പാടി വാഴ്ത്ത പാവന സ്നേഹമേ, എൻ്റെ നല്ല ഈശോയേ ദിവ്യകാരുണ്യം അന്നോനേ, പാടി വാഴ്ത്ത പാവന സ്നേഹമേ. എല്ലാവരും എഴുന്നേൽക്കുക. ആരാധനയുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ കണ്ണിലെടുത്ത് മനസ്സ് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഒരു കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. അച്ഛൻ ഈ കൈകൾ കർത്താവിൻ്റെ രക്തത്തിൽ കുതിരാൻ വേണ്ടി ആ കൈകൾ ആരുടെ ശിരസിൽ വെക്കുന്നുവോ, ആരുടെ ശരീരത്തിൽ വെക്കുന്നുവോ, അത് കർത്താവിൻ്റെ കൈകളായിക്കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കൈകൾ കൊടുത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ ഈ കൈകളിലെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ഈ കൈകള് എന്റെ ശരീരത്തില് എവിടെ വെച്ചാലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗത്തെ ഓർത്ത് അവർക്ക് രോഗമുള്ള സ്ഥാനം മനസ്സിലാക്കി അതേ സ്ഥാനത്ത് എന്റെ ശരീരത്തില് എന്റെ കൈകള് നിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അവർക്കും കർത്താവേ നീ സൗഖ്യം നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഗുരുതരമായ രോഗമുള്ളവരെ, 10,000-കണക്കിന് മനുഷ്യരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവാലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. ഈ ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അന്ന് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല. കാര്യം അന്ന് അമ്മ പറയണ കാലത്ത് ഒരു തരത്തിലുള്ള ദുരന്തവും ഇല്ലായിരുന്നു. പിന്നീട് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. 5-6 കൊല്ലം മുമ്പ് കടന്നുപോയ നിപ്പ വീണ്ടും വന്ന് നമ്മുടെ വായം മൂടി കെട്ടി നമ്മുടെ നഗരങ്ങളെ
ബന്ദികളാക്കുന്ന അവസ്ഥ ആവർത്തിക്കുന്നു. ദാറ്റ് മീൻസ് കഴിഞ്ഞുപോയ എല്ലാ ദുരന്തങ്ങളും തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയല്ലാതെ അമ്മ അന്ന് പറഞ്ഞത് അതാണ്, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മളത് ജീവിക്കുകയാണ്, അഥവാ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെയും കർത്താവിന് തിരുസേനയിൽ സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. Hallelujah, hallelujah. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, and I cast out the disease and root causes from our country in the name of Jesus Christ our Lord, who is coming to church, both living and dead, led by fire. Amen. Hallelujah, hallelujah. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുണേണേ, സുഖമായി എൻ്റെ ഉള്ളം. കഴിഞ്ഞ ദിവസം ഫിഫി എന്ന് പറഞ്ഞൊരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞ കാര്യം, അവരുടെ സാക്ഷ്യങ്ങളിൽ കുറേ നല്ല കണ്ടൻസ് ഉണ്ട്. നല്ലൊരു കണ്ടൻറ്റ് അവളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തെക്കാളുപരി അവളുടെ ഒരു കുഞ്ഞ്, അവളുടെ 4 വയസ്സുള്ള കുഞ്ഞ് അവളോട് ചോദിച്ചേ, അമ്മ എന്തിനാ എപ്പോഴും കൊന്ത ചെല്ലണത്? ജവമാല റാലി നടക്കാൻ പോകുമ്പോൾ അമ്മ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം തോന്നണം. ആ കാര്യം നമുക്ക് പറ്റിയ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊന്ത ചെല്ലണത് നമ്മൾ മാതാവിനോട് മധ്യസ്ഥ യാചിക്കണമെന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് കുഞ്ഞിനോട് വേറൊരു കാര്യം കൂടി ഫിഫി പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മളിന്ന് കുഞ്ഞിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അവിടെ സിനിമാ പാട്ടൊക്കെ പാടാൻ കേട്ടിട്ട്. അപ്പോൾ ഫിഫി പറഞ്ഞു, നമ്മളിന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കും. അപ്പോൾ ഉടനെ അവർ ആവേ മരിയയുടെ പാട്ട് പാടിക്കൊടുത്ത്, അമ്മ പാടിക്കൊടുത്ത്, കുഞ്ഞ് പാടി, അമ്മയും മകളും കൂടി കിടക്കുകയാണ്. രാവിലെ കുഞ്ഞ് എഴുന്നേറ്റപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മ ഇന്നലെ മാതാവ് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഫി പറഞ്ഞ്, ഈ മാതാവാണെന്ന് ചോദിച്ചു. അവിടെ ഇരുന്നൊരു മാതാവുണ്ടായിരുന്നു. അത് വേറെ ഒരു ധ്യാന കേന്ദ്രത്തിലെ മാതാവാണ് അവിടെ ഇരുന്നത്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി മാതാവിനെ കാണിച്ച്. അത് കൃപാസനം മാതാവാണ്. അത് എന്ത് സംഭവിച്ചാൽ നമ്മൾ അമ്മയെ ഉടമ്പടി തരണ കാലത്ത് എനിക്ക് അറിയത്തില്ല. ഈ സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ എനിക്ക് അത്രയും കത്തില്ല സത്യം പറഞ്ഞാൽ. ഇന്നിപ്പോൾ ഒരു ദിവസം 2 സാക്ഷ്യങ്ങളെങ്കിലും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാത്ത സാക്ഷികളില്ല. അതെന്താ കാരണം? ഈ ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ചാരി മാതാവ് എന്നുള്ളത് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. കർത്താവിൻ്റെ വചനം ആര് പാലിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്മ അവിടെ കൂടെ വരും. കാര്യം എന്താണ്? നമ്മളിവിടെ വണങ്ങുന്നത് വാഗ്ദാന പേടകമായ അമ്മയാണ്. അപ്പം നമ്മളൊരു വചനം പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ സൂചനയായിട്ടാണ് ആൾക്കാർ മാതാവിനെ കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യണത്. അതിൻ്റെ മെക്കാനിസം അതാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി, കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാലിക്കണത്. അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത്. നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ അകത്ത് ഊന്നി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ, വന്നില്ലല്ലോ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇത് മാത്രം അലങ്കോലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും സംഭവം നടക്കത്തില്ല.
മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും. അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിന് വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അനുഭവം കിട്ടി, നമുക്ക് 10,000 അനുഭവങ്ങളായി ഇപ്പം. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശീർവാദം മിസ്സാകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കൈമാറുകയും ചെയ്യാൻ പാടില്ലത്. അത് നിങ്ങൾ ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ആധാരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി എവിടെ പോയാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫിയുടെ സാക്ഷ്യങ്ങളിലുള്ള വിഷയം, ഫിഫി ഓൺലൈൻ ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്ത് ആ ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ വന്നത്? നിങ്ങൾ തോറ്റതല്ലേ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന്. ഇൻ്റർവ്യൂ പണ്ട് തോറ്റതാണ്. അപ്പം ഇവിടെ മെയിൻ പ്രാർത്ഥന എന്താ? അയാൾ മാത്രം വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യാൻ വരല്ലേ എന്നാണ് പ്രാർത്ഥന. പക്ഷേ അയാൾ വന്നില്ല. ഓൺലൈനിൽ കാണാം, ഓരോ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളില്ല. പക്ഷേ ഇവൾ ചെന്നപ്പോൾ അയാൾ വന്നു ഓൺലൈനിൽ. അപ്പം തന്നെ ഇവിടെ IC അടിച്ചു പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പിന്നെയും വന്നത്? നിങ്ങൾക്ക് കുറേ മാസം മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ടതല്ലേ, നിങ്ങൾ തോറ്റതല്ലേ, പിന്നെ എന്തിനാ കയറി വന്നതെന്ന് ചോദിച്ചു. അവന് മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞ മാതാവാണ്. പക്ഷെ ചോദിച്ചതിനെല്ലാം അവൾ മറുപടി പറഞ്ഞു. അവൾക്കവിടെ ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആര് തട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ വളർത്തിയ ഒരാളുണ്ട്, നിങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുണ്ട്. അത് നിങ്ങളുടെ അമ്മയാണ്. ശ്രുതികടേ അമ്മ, ശ്രുതികട ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാനമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നിങ്ങളുടെ കൈകള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പുരണ്ട വിശുദ്ധീകരിച്ച കൈകളാണ്. ഈ കൈകൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളിടത്ത് വെക്കാം. അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന യാചിച്ചിരിക്കുന്ന, നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ദൈവം എന്തുമാത്രം എന്നെ ഒരുക്കി നിങ്ങൾക്കറിയാവോ? നിങ്ങളെപ്പോലെ തന്നെ ഒരു രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് രോഗമുള്ളവരെ കാണുമ്പോൾ എനിക്ക് വാത്സല്യവും കാരുണ്യവും ഉണ്ടാകുന്നത്. ഞാൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ രോഗിയെ മനസ്സിലാകത്ത് കൂടിയില്ല. അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഓർക്കണം. ഇപ്പം അവർക്ക് വേണ്ടി കൂടി അവരുടെ ശരീരത്തിൽ എവിടെയാണ് രോഗം, ആ ശരീരത്തിൻ്റെ ഭാഗം മനസ്സുകൊണ്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വെക്കുക. ദൈവം ആ കൈ ദൈവത്തിൻ്റെ കൈയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളെ ദൈവം സുഖപ്പെടുത്തും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ
ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങളെ ബാധിക്കുന്ന, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ ബാധിക്കുന്ന മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന. ഹല്ലേലൂയ. സ്വരത്തെ സന്തോഷത്തോടെ അരികിൽ വരണേ. എൻ്റെ മക്കളെ, അച്ഛൻ ഒരു പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു സിമ്പതിയോടുകൂടി, ഒരു എമ്പതിയോടുകൂടി പ്രാർത്ഥിക്കണേ. ഐ ഫീൽ വിത്ത് യു. അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ തലയിലെ മുടി കൊഴിഞ്ഞിരിക്കണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യും ഉടനെ. അപ്പം ഞാനത് മനസ്സിലാക്കും. നിങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു കാണും. ഇപ്പോൾ എത്രയോ പേര് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ അവരൊക്കെ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കാൻ ഞാൻ കാണുമ്പോൾ ഞാൻ അവരോടൊന്നും ചോദിക്കത്തില്ല അതിനെക്കുറിച്ചു. പക്ഷേ ഞാൻ അതുകൂടെ പ്രാർത്ഥനയ്ക്ക് വെക്കും. അതായത് ഇവിടെ കുഞ്ഞാണ്, ചെറുപ്പമാണ്, കല്യാണം പോയി കഴിച്ചിട്ടില്ല, ഇതിനൊക്കെ മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നിൻ്റെ കൈ വെക്കണം, ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അവിടെ കൈ വെക്കണം, പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകണം. ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം. എന്ത് മനുഷ്യനായാലും, എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കാലാന്തരത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു ദൈവ മനസ്സുണ്ടാകണം. ഞാൻ ദൈവ മനസ്സുണ്ടെന്ന് പറയുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിക്ക് ആനുപാതികമായുള്ള ദൈവസ്നേഹത്തിന്റെ ഒരു മനസ്സൊരുക്കത്തിനായി അമ്മ മനസ്സോടെ ഞാൻ ആരാധനയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നെ കാലത്തിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ വീടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. ഞാൻ കണ്ടുമുട്ടുന്നവരിലെ ഏറ്റുമുട്ടാൻ ഇടവരുന്നവരിൽ പോലും കർത്താവിന്റെ കൃപ നിറയട്ടെ. സ്വർഗത്തിന്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റട്ടെ. ചൈതന്യമായി കത്തിജ്വലിക്കുവാൻ എന്നെ അഭിഷേകമാക്കണമേ. ശ്രുതിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, സ്തുതി, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കണം. ചിലപ്പോൾ മക്കള്, ഇപ്പം ഭർത്താവൊക്കെ ചില പറയും, ഭർത്താവ് ഇപ്പം നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത്. ചേച്ചി വിഷമിക്കേണ്ട, അത് ഞാൻ പ്രാർത്ഥിക്കാം. അവർക്ക് വിശ്വാസം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയേക്കാൾ വലിയ ബാധ്യത ദൈവമായിട്ടാണ്. അപ്പോൾ ദൈവത്തോട് പറയണം, ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം. അവളുടെ ഭർത്താവിനെ തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷനറി ആയിട്ട് മാറണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ നിന്റെ മിഷനറി ആക്കണമേ. നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ ശക്തിയുടെ, നിന്റെ സൗഖ്യത്തിന്റെ പ്രേക്ഷിതനായി എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, സദയം തുടരണേ, സുഖമായി
എൻ്റെ ഉള്ളം. ഇപ്പൊ നിങ്ങളുടെ മകൻ അമേരിക്കയിൽ PR കിട്ടാതെ വിഷമിക്കുകയാണ്. അപ്പം മമ്മിയോട് പറയും, മമ്മി ഉടമ്പടി എടുത്തിട്ട് മമ്മി നന്നായിട്ട് സീഡില്ലേ, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരേണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകനെ, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയും. പക്ഷെ നീ കേൾക്കണ വാർത്ത എന്താണ്? നിൻ്റെ ബന്ധുവിന് സ്റ്റേറ്റിൽ PR കിട്ടിയെന്നാകും. അപ്പോൾ നിങ്ങളുടെ മോന്ത എങ്ങനെ ഉണ്ടാകും? പട്ടി മുള്ളിയ പോലെ ഇരിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം ദൈവസ്നേഹമില്ലാതെ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. അത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നുവെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് തരേണ്ട അനുഗ്രഹം, അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് അറിയുമ്പോഴേ, അത് നീയാണ് കൊടുത്തതെന്ന് അറിയുമ്പോഴേ എന്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറക്കാൻ മാത്രം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത് ഉടമ്പടി കുരുക്കമുള്ളവരായി എന്നെ ഉയർത്തണമേ. ഒരുമിച്ച് എല്ലാവരും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒത്തിരി ടെസ്റ്റ് നടത്തി, ഒത്തിരി ഇൻ്റർവ്യൂ നടത്തി, ഒത്തിരി പരീക്ഷ നടത്തി, ഒത്തിരി പെണ്ണ് കണ്ട്, ഒത്തിരി ചെറുക്കനെ കണ്ട്, ഒത്തിരി ലോൺ വേണ്ടി വെച്ച് റിജക്റ്റ് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി, നമ്മൾ ചെള്ളു കണക്കെ തള്ളപ്പെട്ടവരായി, ദൈവത്തിന് പോലും വേണ്ടാത്തവരായി നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശപിച്ച് ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയുന്ന സമയമാണിത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അൾത്താറയിൽ 10,000 സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഇടത്തു നിന്നുകൊണ്ട് യാക്കോബിൻ്റെ കോവേണി ചാരി വെച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നും വിധം 10,000 ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ, കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ മധ്യസ്ഥയായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ശ്രുതിക്കട്ടെ, ദുരിതങ്ങള് എല്ലാ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മഹത്വം മഹത്വം ആരാധന സദയം എല്ലാരും വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, സ്വന്തം നാട്ടിലെ ജപ്തി നടപടിക്കും ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ, ഏജൻസികൾ എല്ലാം നഷ്ടത്തിൽ വന്ന് വലിയ കട വന്നു പോയ ആൾക്കാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്തൃ തിരുസന്നിധിയിൽ നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്, കാണാതെ പോയവരുണ്ട്, മക്കൾ കാണാതെ പോയവരുണ്ട്, വസ്തുവകൾ കാണാതെ പോയവരുണ്ട്, ആധാരവും പ്രമാണവും കാണാതെ പോയവരുണ്ട്, ജീവിതം അതുകൊണ്ട് വഴിമുട്ടിപ്പോയവരുണ്ട്, മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ബന്ധം വിട്ടുപോയവരുണ്ട്. അതിൻ്റെ ഭാരങ്ങളുള്ള വ്യക്തിയാണ് നീയെങ്കിൽ കർത്താവിൻ്റെ കരം, ആണിപ്രധാന കരം, തിരസ്കരിക്കപ്പെട്ട കരം, ഉപേക്ഷിക്കപ്പെട്ട കരം, ഒത്തിക്കൊണ്ട് തൊറ്റിക്കൊടുക്കപ്പെട്ട കരം, തള്ളി പറയപ്പെട്ട കരം, കർത്താവിൻ്റെ കരം, ഇതാ ഉയർത്തതിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു. ശ്രുതികടേ
ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയ തടസ്സങ്ങൾ ദോഷങ്ങൾ രോഗങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവിക ശത്രുക്കളുടെ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. സന്തോഷത്തോടെ മുട്ടന്തിക്കുക. ഭക്തിയോടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കൃപാവര പ്രവൃത്തികൾ ചെയ്ത് അവിടുത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ.